ഇന്ത്യയുടെ സൗരോർജ്ജ മേഖലയിൽ നിർണായക വഴിത്തിരിവായി മാറാവുന്ന പുതിയ നയപരിഷ്കാരങ്ങളാണ് കേന്ദ്ര സർക്കാർ 2026 ജൂൺ 1 മുതൽ നടപ്പാക്കിയിരിക്കുന്നത്. രാജ്യത്തെ സോളാർ ഉപകരണ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുക, വിദേശ ആശ്രിതത്വം കുറയ്ക്കുക, പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതികളെ നിയന്ത്രിക്കുക എന്നിവയാണ് ഈ തീരുമാനത്തിന് പിന്നിലെ ലക്ഷ്യങ്ങൾ. അതേസമയം ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ വീടുകളിലും സ്ഥാപനങ്ങളിലുമായി സോളാർ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ചെലവ് ഉയരാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. ഇതുവരെ ഇന്ത്യയിൽ സ്ഥാപിച്ചിരുന്ന നിരവധി സോളാർ പാനലുകളിൽ ഉപയോഗിച്ചിരുന്ന സോളാർ സെല്ലുകൾ ചൈന ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തവയായിരുന്നു. എന്നാൽ പുതിയ ചട്ടപ്രകാരം ഇനി മുതൽ ഇന്ത്യയിൽ നിർമ്മിച്ച സോളാർ മൊഡ്യൂളുകൾ മാത്രമല്ല, അവയ്ക്കുള്ളിലെ സോളാർ സെല്ലുകളും രാജ്യത്തിന് അകത്ത് തന്നെ നിർമ്മിച്ചതായിരിക്കണം. കൂടാതെ സർക്കാർ അംഗീകരിച്ച നിർമ്മാതാക്കളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കമ്പനികളിൽ നിന്ന് മാത്രമേ ഇവ വാങ്ങാനും കഴിയൂ. ഏതു പദ്ധതികൾക്കാണ് പുതിയ നിയമം ബാധകമാകുന്നത്? സോളാർ ഉപഭോക്താക്കളെ ഇതെങ്ങനെയാണ് ബാധിക്കുക? സോളാർ പാനൽ നിർമ്മാണം എങ്ങനെ നടക്കുന്നു? പരിശോധിക്കാം വിശദമായി. ഞാൻ ഗ്രീഷ്മ. പുതിയ വ്യവസ്ഥകൾ പ്രധാനമായും 2 വിഭാഗം സോളാർ പദ്ധതികളെയാണ് ബാധിക്കുന്നത്. ഒന്ന്, പ്രധാനമന്ത്രി സൂര്യഘർ മഫ്റ്റ് ബിജ്ലി യോജനയുടെ ഭാഗമായി വീടുകളിൽ സ്ഥാപിക്കുന്ന റൂഫ് ടോപ്പ് സോളാർ സംവിധാനങ്ങൾ. 2, വ്യവസായ സ്ഥാപനങ്ങൾ, ഫാക്ടറികൾ, വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവ ഉപയോഗിക്കുന്ന ഓപ്പൺ ആക്സസ് സോളാർ പദ്ധതികൾ. നെറ്റ് മീറ്ററിംഗ് സംവിധാനമുള്ള റൂഫ് ടോപ്പ് സോളാർ പദ്ധതികൾക്കും ഈ നിബന്ധനകൾ ബാധകമാണ്. അതിനാൽ ഭാവിയിൽ പുതിയ സോളാർ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നവർക്ക് ഇന്ത്യൻ നിർമ്മിത സെല്ലുകളും മൊഡ്യൂളുകളും ഉപയോഗിക്കേണ്ടത് നിർബന്ധമാകും. പുതിയ നയം പ്രാബല്യത്തിൽ വരുന്നതോടെ സോളാർ സംവിധാനങ്ങളുടെ പ്രാരംഭ ചെലവ് വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ ഇന്ത്യൻ നിർമ്മിത സോളാർ സെല്ലുകൾക്ക് ഇറക്കുമതി ചെയ്യുന്ന സെല്ലുകളേക്കാൾ വില കൂടുതലാണ്. ഇതിന്റെ പ്രതിഫലനം നേരിട്ട് ഉപഭോക്താക്കൾക്ക് അനുഭവപ്പെടും. വ്യവസായ മേഖലയിലെ കണക്കുകൾ പ്രകാരം റൂഫ് ടോപ്പ് സോളാർ പദ്ധതികൾക്ക് ഓരോ കിലോ വാട്ടിനും ഏകദേശം 3000 രൂപ വരെ അധിക ചെലവ് വരാനിടയുണ്ട്. അതിനാൽ ഒരു സാധാരണ 5 കിലോ വാട്ട് ഗാർഹിക സോളാർ സംവിധാനത്തിന് ഏകദേശം 15000 രൂപയോളം അധിക ചെലവ് വരാം എന്നാണ് കണക്കുകൂട്ടൽ. വിപണിയിൽ ഇന്ത്യൻ സെല്ലുകളുടെ ലഭ്യത കുറയുകയോ ആവശ്യകത പെട്ടെന്ന് വർദ്ധിക്കുകയോ ചെയ്താൽ വിലവർധന ഇതിലും കൂടുതലാകാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്ന ഒരു പ്രധാന ഘടകം കേന്ദ്ര സർക്കാർ നൽകുന്ന സബ്സിഡി തുടരും എന്നതാണ്. പ്രധാനമന്ത്രി സൂര്യഘർ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ഇപ്പോഴും ലഭ്യമായിരിക്കും. എന്നാൽ സബ്സിഡി അനുവദിക്കുന്നതിനുള്ള പരിശോധനകളും രേഖാസമർപ്പണ നടപടികളും കൂടുതൽ കർശനമാകുമെന്നാണ് സൂചന. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സൗരോർജ്ജ വിപണികളിൽ ഒന്നാണ് ഇന്ത്യ. രാജ്യത്തിന് പ്രതിവർഷം ഏകദേശം 50 ഗിഗാവാട്ട് സോളാർ സെല്ലുകളുടെ ആവശ്യകതയുണ്ട്. എന്നാൽ നിലവിലെ ആഭ്യന്തര ഉൽപാദന ശേഷി 25 മുതൽ 30 ഗിഗാവാട്ട് വരെയാണ്. അതായത് ആവശ്യത്തിന്റെയും ഉൽപാദനത്തിന്റെയും ഇടയിൽ വലിയ അന്തരമുണ്ട്. ഇതുവരെ ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന സോളാർ സെല്ലുകളിൽ 90% വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് എത്തിച്ചിരുന്നത്. അതിൽ ഏറ്റവും വലിയ പങ്ക് ചൈനയ്ക്കായിരുന്നു. കുറഞ്ഞ വിലയും വൻതോതിലുള്ള ഉൽപാദനശേഷിയും കാരണം ഇന്ത്യൻ കമ്പനികൾ വർഷങ്ങളായി ചൈനീസ് സെല്ലുകളെ ആശ്രയിച്ചു വരികയായിരുന്നു. പുതിയ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നത് ALMM, അതായത് അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് മോഡൽസ് ആൻഡ് മാനുഫാക്ചേഴ്സ് ലിസ്റ്റ് 2 ചട്ടക്കൂടിന്റെ അടിസ്ഥാനത്തിലാണ്. സർക്കാർ അംഗീകരിച്ച നിർമ്മാതാക്കളിൽ നിന്ന് മാത്രം സോളാർ സെല്ലുകളും മൊഡ്യൂളുകളും വാങ്ങണമെന്നാണ് ഈ സംവിധാനത്തിന്റെ ലക്ഷ്യം. ഇതിലൂടെ ഗുണനിലവാര നിയന്ത്രണം ശക്തിപ്പെടുത്താനും ആഭ്യന്തര നിർമ്മാണ മേഖലയെ പ്രോത്സാഹിപ്പിക്കാനും കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണ്. സോളാർ പാനൽ നിർമ്മാണം നിരവധി ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന സാങ്കേതിക പ്രക്രിയയാണ്. ആദ്യം പോളിസിലിക്കൺ എന്ന അസംസ്കൃത വസ്തുവാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നിന്ന് ഇൻഗോട്ടുകൾ നിർമ്മിക്കുന്നു. തുടർന്ന് ഇൻഗോട്ടുകൾ വളരെ നേർത്ത വേഫറുകളാക്കി മുറിക്കുന്നു. ഈ വേഫറുകൾ ഉപയോഗിച്ചാണ് സോളാർ സെല്ലുകൾ നിർമ്മിക്കുന്നത്. സൂര്യപ്രകാശത്തെ നേരിട്ട് വൈദ്യുതിയാക്കി മാറ്റുന്ന പ്രധാന ഘടകമാണ് സോളാർ സെൽ. നിരവധി സെല്ലുകൾ ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് സോളാർ മൊഡ്യൂളുകളോ പാനലുകളോ നിർമ്മിക്കുന്നു. പിന്നീട് ഇവ വീടുകളുടെ മേൽക്കൂരകളിലും വ്യവസായ സ്ഥാപനങ്ങളിലുമാണ് സ്ഥാപിക്കുന്നത്. ഇന്ത്യയിൽ നിലവിൽ മൊഡ്യൂൾ നിർമ്മാണ ശേഷി പ്രതിവർഷം ഏകദേശം 200 ഗിഗാവാട്ട് വരെ ഉണ്ടെങ്കിലും സെൽ നിർമ്മാണ ശേഷി 30 ഗിഗാവാട്ടിന് സമീപമാണ്. അതുകൊണ്ട് തന്നെ പാനൽ നിർമ്മാണ കമ്പനികൾക്ക് വിദേശ സെല്ലുകളെ ആശ്രയിക്കേണ്ട സാഹചര്യം നിലനിന്നിരുന്നു. പുതിയ നയം ചെറുകിട സോളാർ മൊഡ്യൂൾ നിർമ്മാതാക്കൾക്ക് വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുമെന്നാണ് വ്യവസായ വിദഗ്ധർ വിലയിരുത്തുന്നത്. രാജ്യത്ത് ഉടനീളമുള്ള 125-ലധികം ചെറുകിട ഇടത്തരം മൊഡ്യൂൾ നിർമ്മാണ യൂണിറ്റുകൾക്ക് പുതിയ സാഹചര്യത്തിൽ പ്രവർത്തന ചെലവ് ഗണ്യമായി വർദ്ധിക്കാം. നിലവിൽ തന്നെ നിരവധി യൂണിറ്റുകൾ 30 മുതൽ 40% ശേഷിയിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. വില കൂടിയ ഇന്ത്യൻ സെല്ലുകൾ നിർബന്ധമായും ഉപയോഗിക്കേണ്ടി വരുന്നതോടെ ലാഭവിഹിതം കുറയാനും
ചില കമ്പനികൾ പ്രവർത്തനം അവസാനിപ്പിക്കാനും സാധ്യതയുണ്ട്. ചില സാഹചര്യങ്ങളിൽ വലിയ കമ്പനികൾ ചെറുകിട സ്ഥാപനങ്ങളെ ഏറ്റെടുക്കുന്ന ലയനങ്ങളും ഏറ്റെടുക്കലുകളും വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. സോളാർ സെൽ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന വലിയ കമ്പനികൾക്ക് ഈ മാറ്റം ഗുണകരമാകാൻ സാധ്യതയുണ്ട്. ആഭ്യന്തര ആവശ്യകത വർദ്ധിക്കുന്നതിനാൽ ഇവരുടെ ഉൽപ്പാദനവും വരുമാനവും ഉയരാൻ സാധ്യതയുണ്ട്. നിലവിൽ 20 മുതൽ 30% വരെ ലാഭവിഹിതം ലഭിക്കുന്ന ചില പ്രമുഖ കമ്പനികൾക്ക് ഭാവിയിൽ കൂടുതൽ നേട്ടമുണ്ടാകുമെന്നാണ് വിപണി നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇതോടൊപ്പം പുതിയ നിക്ഷേപങ്ങളും പുതിയ സെൽ നിർമ്മാണ പ്ലാന്റുകളും രാജ്യത്ത് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയുമുണ്ട്. ഇതിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഇന്ത്യയുടെ നിർമ്മാണശേഷി കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യാം. ദീർഘകാല കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഈ നയം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്കും സഹായകരമാകുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. പോളിസിലിക്കൺ മുതൽ അന്തിമ സോളാർ പാനൽ വരെയുള്ള മുഴുവൻ വിതരണ ശൃംഖലയും രാജ്യത്തിനകത്ത് തന്നെ വികസിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ഇത് വിജയകരമായാൽ വിദേശ ഇറക്കുമതികളോടുള്ള ആശ്രിതത്വം ഗണ്യമായി കുറയുകയും ആഗോള വിതരണ പ്രതിസന്ധികളുടെ ആഘാതം ഇന്ത്യക്ക് കുറഞ്ഞ തോതിൽ മാത്രം അനുഭവപ്പെടുകയും ചെയ്യും. കൂടാതെ രാജ്യത്തിന്റെ പുനരുപയോഗ ഊർജ്ജ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലും ഈ നീക്കം നിർണായക പങ്കുവഹിക്കും. സോളാർ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രാരംഭ ചെലവ് വർദ്ധിച്ചാലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതിപ്പോഴും ലാഭകരമായ നിക്ഷേപമായി തുടരുന്നു എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഒരു തവണ സോളാർ സംവിധാനം സ്ഥാപിച്ചാൽ വർഷങ്ങളോളം വൈദ്യുതി ബിൽ ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. കൂടാതെ വൈദ്യുതി നിരക്കുകൾ ഉയരുന്ന സാഹചര്യത്തിലും ഉപഭോക്താക്കൾക്ക് സാമ്പത്തിക സുരക്ഷ നൽകുന്ന ഒരു പരിഹാരമായാണ് സോളാർ സംവിധാനങ്ങളെ കണക്കാക്കുന്നത്. അതിനാൽ താൽക്കാലികമായി ചിലവ് കൂടുകയും വിപണിയിൽ ചില വെല്ലുവിളികൾ ഉയരുകയും ചെയ്താലും ഇന്ത്യയുടെ ആഭ്യന്തര സോളാർ വ്യവസായത്തെ ശക്തിപ്പെടുത്തുന്നതിന് ഊർജ്ജ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ദീർഘദൂര നയനീക്കമായാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനം വിലയിരുത്തപ്പെടുന്നത്.